നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പരിശോധിക്കാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് പറയാം. നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ റിസ്ക് റിവാർഡിൻ്റെ പ്രാധാന്യം, ഒപ്പം ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ നമ്മളത് കൃത്യമായി പാലിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിനെല്ലാത്തിനും ശേഷം എങ്ങനെ ആസ് എ ട്രേഡർ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് പടിപടിയായി എങ്ങനെ ഉയർത്താം, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓൾറെഡി ഇപ്പോൾ 69 ദിവസത്തോളം ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തെ ട്രേഡിംഗ് ജേണലും വെച്ചിട്ട് നമ്മൾ നിങ്ങളെ ഒന്ന് വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഒപ്പം തന്നെ തുടക്കമായി ആദ്യമായി കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇതാണ്: നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ്പെഷ്യലി പെൻഷൻ സീരീസ് ആയിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കാരണം നമ്മളിത് ചെയ്തു, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ എടുത്ത ആ ഒരു എഫർട്ടിന് ഒരു അംഗീകാരം. ഓക്കെ, രണ്ടാമതായിട്ട് ആ റിട്ടയർമെൻറ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട്, ഇപ്പോൾ ട്രേഡിങ് ചെയ്തിട്ട് എത്ര പേർക്ക് വിജയിക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റില്ല, എല്ലാവർക്കൊണ്ടും ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. ചെയ്ത് നമ്മൾ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും ഒരുപോലെ വിജയസാധ്യത എല്ലായ്പ്പോഴും ഉള്ളതാണ് ലോങ് ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ട്. ഒപ്പം തന്നെ ജോലി ചെയ്യുന്ന ഏതൊരു മനുഷ്യനും, ഗവൺമെൻറ് എംപ്ലോയി ആയിക്കോട്ടെ പ്രൈവറ്റ് എംപ്ലോയി ആയിക്കോട്ടെ, എല്ലാവർക്കും തന്നെ ഒരു പെൻഷൻ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ ആ ഒരു പെൻഷൻ്റെ ഇമ്പോർട്ടൻസ്, എത്ര പെൻഷൻ കിട്ടും മുതലായ കാര്യങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വരുമാനമുള്ള ഏതൊരു സുഹൃത്തിനും ഒന്ന് അയച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപക്ഷെ പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ എസ്പെഷ്യലി പെൻഷനാണ് അതിനെപ്പറ്റി നമ്മൾ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നതെങ്കിലും എല്ലാവിധ മ്യൂച്വൽ ഫണ്ട് സേവനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ഡേയിലെ നമ്മളുടെ ട്രേഡിൽ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടിയതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ സ്ട്രാറ്റജി ഇപ്പോൾ നമ്മളൊരു 10 ദിവസത്തോളം എവറിഡേ 10 ട്രേഡ്സ് എടുക്കുന്നതായിട്ട് നമ്മൾ സ്ട്രാറ്റജിയുടെ ബാക്ക് ടെസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. തൽക്കാലമായിട്ട് നമ്മളതൊന്ന് നിർത്തിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, ആ സീരീസ് നമ്മൾ തുടങ്ങിയത് തന്നെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു സ്ട്രാറ്റജി കാണാപ്പാഠം പഠിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു അപ്പോൾ 100 ട്രേഡോളം 10 ദിവസം കൊണ്ട് 10 എണ്ണം വീതം 100 ട്രേഡോളം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഏകദേശം എല്ലാവർക്കും തന്നെ അത് കണ്ട് പഠിക്കാൻ അത് മതിയാകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ 30 ദിവസത്തേക്കുള്ള ചെയ്യാമെന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ പഠിക്കേണ്ട ആൾക്കാർക്കൊക്കെ ഇപ്പോൾ തന്നെ അത് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ല, കൂടുതൽ വീഡിയോസ് ആ സീരീസിൽ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്നെങ്കിൽ ആ കാര്യവും നമ്മളെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ സന്തോഷം. ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഡേ ചെയ്ത ട്രേഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. വെള്ളിയാഴ്ചത്തെ ദിവസം നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ പ്രീവിയസ് ഡേ ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഫസ്റ്റ് ക്യാൻഡിൽ നിങ്ങൾക്കിവിടെ കാണാം. എക്സാക്ട്ലി പ്രീവിയസ് ഡേ ഹൈയിൽ അത് ഓപ്പൺ ചെയ്തു, മുകളിലേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും ആ ക്യാൻഡിൽ റെഡായിട്ട് കലാശിച്ചു. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു എൻട്രി പോയിൻ്റാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഈ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയും റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്നു. ഇവിടെ അങ്ങനെ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുത്തു. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാവുന്നത് പ്രീവിയസ് ഡേ ലോയാണ്. മാർക്കറ്റ് കൃത്യമായി അവിടെ വന്ന് ഹിറ്റ് ചെയ്തു. നമ്മൾ 1:2 ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1:2 ടാർഗറ്റ് ചെയ്തു, അത് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളുടെ ഫയേഴ്സിലാണ് നമ്മൾ ട്രേഡുകൾ എടുക്കുന്നത്. ഫയേഴ്സ് ഇപ്പോൾ ഇന്ന് വീക്ക്ലി മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിനകത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മെയിൻ്റനൻസ് ആയിട്ട് അവർ ക്ലോസ്ഡ് ആയതുകൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേണലിലേക്കൊന്ന് പോവുകയാണ്. ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ മൊത്തം 9 ദിവസം ട്രേഡിംഗ് ഡേ കഴിഞ്ഞു. ക്ഷമിക്കണം, ഇതുവരെ നമുക്ക് മൊത്തം 11 ദിവസം ട്രേഡിംഗ് ഡേ കഴിഞ്ഞു. ഈ 11 ദിവസത്തിൽ നമ്മൾ 8 ദിവസം നമുക്ക് ലോസാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി 3 ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, മാർക്കറ്റ് കുറച്ച് വോളറ്റൈലാണ്.
എന്നിരുന്നാൽ പോലും നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ 3 പോർഷൻ മാത്രമാണ് നമ്മുടെ ലോസ് നിലനിൽക്കുന്നത്. ബാക്കി 5 പോർഷൻ, ഈ 3 ട്രേഡുകളിലൂടെ 5 പോർഷൻ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് മറികടക്കാൻ നമുക്കിനി വേണ്ടത് 3 പോർഷനും കൂടെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോസിനെ മറികടന്ന് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. മാസം ഇനിയും പകുതി ദിവസങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷ അതവിടെ കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് തന്നെ, അതായത് എല്ലാ ദിവസവും നിങ്ങളോട് നമ്മൾ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒപ്പം തന്നെ നമ്മൾ ജേണൽ എഴുതി വെച്ചിട്ടുണ്ട്. നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് 1000 രൂപയിൽ താഴെ ലോസ് ഉള്ളൂ. 66 ദിവസം നമ്മൾ ഇതുവരെ മൊത്തം ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പോലും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ലോസുകൾ ഹിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് വല്ലാത്ത രീതിയിൽ ബാധിച്ചു. അതുകൊണ്ടിട്ടാണ് ആ ഒരു ദിവസം നമ്മൾ താൽക്കാലികമായി കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണ്, അതിപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ മനസ്സിൽ കയറി വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് അങ്ങ് നിർത്തിവെക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമുക്കറിയാവുന്ന കുറച്ച് വിജയിച്ച ആൾക്കാരുടെയൊക്കെ വീഡിയോസ് നമ്മൾ തന്നെ പോയി ഒന്ന് കണ്ടു. കുറച്ചധികം പേരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് വീണ്ടും ഇതുതന്നെയാണ്. എന്താണ്? കണ്ടിന്യൂസ് ലോസൊക്കെ അടിക്കാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റാൻ നിൽക്കണ്ട. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 9 ദിവസമാണ് ലോസ് അടിച്ചത്. അപ്പോൾ പ്രോ ട്രേഡർ എന്ന് നമ്മൾ വിചാരിക്കുന്ന വിജയിച്ച് നിൽക്കുന്ന ട്രേഡർമാരിൽ പലർക്കും ഇപ്പോഴും, അതായത് ആഫ്റ്റർ 10 years എബോ ആയ വ്യക്തികൾക്ക് പോലും കണ്ടിന്യൂസ് ആയിട്ട് 8 ലോസ് വരെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സീരീസ് ലോസ് നമുക്ക് അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഒരു ദിവസം നമ്മൾ വ്യക്തമായ രീതിയിൽ നമ്മുടെ സ്ട്രാറ്റജി വയലേറ്റ് ചെയ്തിട്ട് റൂൾസിന് അഗെയിൻസ്റ്റാണ് ട്രേഡ് എടുത്തത്. അന്നത്തെ ദിവസം നമുക്ക് 1:3 കിട്ടേണ്ട ദിവസവുമായിരുന്നു. അതായത് നമ്മൾ തെറ്റ് വരുത്തിയത് കൊണ്ടിട്ടാണ് നമുക്ക് ആ ദിവസം ലോസ് വന്നത്. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് 9 ലോസ് നമുക്ക് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി നമ്മൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ 7 ദിവസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ലോസ് നമുക്കും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ പ്രോ ട്രേഡർ ആയിട്ടുള്ള ആൾക്കാർ വരെ പറയുന്നത് കണ്ടിന്യൂസ് ലോസ് കിട്ടാനുള്ള സാധ്യത 8 ദിവസമാണ്. അതിൽ കൂടുതൽ ആർക്കും തന്നെ കിട്ടിയതായിട്ട് നമ്മുടെ അറിവിലില്ല. ഓക്കെ, അപ്പോൾ 8 ദിവസം കണ്ടിന്യൂസ് ലോസ് എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഈ സ്ട്രാറ്റജി മാറ്റിയാലുള്ള കുഴപ്പം, ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈമിലേക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഈ വിജയിച്ചു എന്ന് പറയുന്ന നമ്മൾ കണ്ട എല്ലാവരും തന്നെ. ഇപ്പോൾ നിങ്ങളോട് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പക്കാരനാണ്, കാനഡക്കാരനാണ്. ജസ്റ്റ് അദ്ദേഹത്തെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. സ്കാർഫേസ് ട്രേഡർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് നെയിമാണ് കേട്ടോ. സ്കാർഫേസ് ട്രേഡർ, ഇതാണ് ആള്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഈ പയ്യനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ എനിക്കറിയാൻ പാടില്ല യൂട്യൂബ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ബാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ, ഈ ഒരു പയ്യൻ ആണ് ആള്. അപ്പോൾ ഈ ആളെ സംബന്ധിച്ചിടത്തോളം കാനഡയിൽ ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ച് വളർന്നു വന്ന ഒരു പയ്യനാണ്. അദ്ദേഹം ട്രേഡിങ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ 15-16 വയസ്സിൽ തുടങ്ങിയെന്നതാണ് പറഞ്ഞു കേട്ട എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അച്ഛൻ കൊടുത്ത ചെറിയ പൈസയും പുള്ളി ഉണ്ടാക്കിയ കുറച്ച് എവിടെയോ എന്താ പറയണേ ബാർബിക്യൂ, അതേപോലെ എന്തോ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ കൂടെ വെച്ചിട്ട് തുടങ്ങിയ ഒരു ട്രേഡിംഗ് സംഭവമാണ് അദ്ദേഹം തുടങ്ങിയത്. ആ തുടങ്ങിയ എത്ര തുക വെച്ചാണ് തുടങ്ങിയത്, കംപ്ലീറ്റ് അക്കൗണ്ടും വാഷ് ഔട്ടായി. അതൊരു തവണയല്ല, പലതവണ വാഷ് ഔട്ടായി. 2-3 തവണ ലൈഫിൽ അതുവരെ ഉണ്ടാക്കിയ മൊത്തം പണവും നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരൊറ്റ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 7 വർഷമോ 8 വർഷമേ ആയിട്ടുള്ളൂ. ഇദ്ദേഹം വാങ്ങിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് വേണ്ടി വാങ്ങിക്കൊടുത്തൊരു കാറ്, ഫെരാറി. അദ്ദേഹത്തിൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സാധാരണ തൊഴിലാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിച്ചത് ഇത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കാറാണ്. ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ ഏതാണ്ട് 3 കോടിക്ക് മുകളിലാണ് ഈ കാറിൻ്റെ വില വരുന്നത്. അപ്പോൾ അദ്ദേഹം വാങ്ങിച്ചതായി കാണിച്ച 2 കാറുകൾക്കും ഏകദേശം 3 കോടിയിൽ അപ്പുറമാണ് തുക വരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രായം, ഒപ്പം തന്നെ ലോകപരിചയം,
അതുപോലെ തന്നെ ഇദ്ദേഹം ട്രേഡിംഗ് തുടങ്ങിയിട്ടുള്ള വർഷം 10 വർഷത്തിൽ താഴെയേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മനുഷ്യൻ പോലും ഇത്രയും വലിയൊരു സാമ്പത്തിക അവസ്ഥയിലേക്ക് മാറാൻ അദ്ദേഹത്തെ ട്രേഡിംഗ് എന്ന് പറയുന്ന കരിയർ ഒത്തിരി സഹായിച്ചു. മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലും അതുപോലെ കുറച്ച്, അതായത് പഠിക്കാൻ നല്ല രീതിയിൽ വീഡിയോ ചെയ്തേക്കുന്നത്, നമുക്ക് തിയറി അല്ല പഠിക്കേണ്ടത്. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവരും ചെയ്യാറുള്ളത് ഒത്തിരി സ്ട്രാറ്റജീസൊക്കെ കാണാൻ പാടാൻ നമ്മൾ തിയറി പഠിക്കും. പക്ഷേ തിയറി പഠിച്ചിട്ട് നമ്മൾ പോയി വെള്ളത്തിൽ ചാടിയാൽ എങ്ങനെ ഉണ്ടാവും? നീന്താൻ തിയറിറ്റിക്കലി പഠിച്ചു, വെള്ളത്തിൽ നമ്മൾ ചാടുന്നു, എന്തായിരിക്കും അവസ്ഥ? ഞാൻ കൂടുതൽ പറയേണ്ടതില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ലൈവ് ട്രേഡുകൾ കണ്ടു തന്നെ പഠിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുമ്പോൾ തിയറിറ്റിക്കലി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണുമ്പോൾ അയാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളവിടെ അനുഭവിച്ച് അറിഞ്ഞ് മനസ്സിലാക്കുകയാണ്. അയാൾ എത്ര ക്വാണ്ടിറ്റി എടുത്തു, എത്ര രൂപയാണ് അയാൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് പ്രൈസിനാണ് അയാൾ എടുത്തേക്കുന്നത്, ആ പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണ് അയാൾക്ക് കിട്ടിയത്, അപ്പോൾ ഒരു ട്രേഡിൽ മൊത്തം എത്ര തുകയാണ് അയാൾക്ക് ലഭിച്ചത്, അയാൾ അപ്പോൾ ആ പ്രോഫിറ്റ് എടുത്തപ്പോൾ എത്ര തുകയാണ് റിസ്ക് ആയിട്ട് വെച്ചിരുന്നത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കണ്ട് പഠിക്കുകയാണ്. മനസ്സിനുള്ളിലേക്ക് പലതവണ ഇതുള്ളിൽ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മളാരും ചിന്തിക്കാതെ തന്നെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറൽ റിഫ്ലക്ഷനായിട്ട് ഉള്ളിൽ നിന്ന് ഇത് വെളിയിൽ വരാൻ തുടങ്ങും. അങ്ങനെ നാച്ചുറൽ റിഫ്ലക്ഷനായിട്ട് ജീവിതത്തിൽ എന്തും വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ അതാത് മേഖലകളിൽ വിജയിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു തിയറിയാണ്. അതായത് നിങ്ങൾ ഏത് മേഖലയിലാണോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ വിജയിക്കാൻ നിങ്ങൾ 10,000 മണിക്കൂർ ആ മേഖലയിൽ മറ്റൊന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ മതി. 10,000 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതായിക്കോട്ടെ തന്നെത്താനെ പഠിച്ചെടുത്തായിക്കോട്ടെ 10,000 മണിക്കൂർ ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഒത്തിരി ഇൻഫോർമേഷൻസ് പിന്നീട് അങ്ങോട്ട് ബോധമനസ്സിൽ നിന്നല്ലാതെ നിങ്ങൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് നാച്ചുറൽ റിഫ്ലക്ഷനായിട്ട് ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും. അങ്ങനെ വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ആ മേഖലയിൽ നിങ്ങൾ മാസ്റ്ററായിട്ടുണ്ടാകും. ഇതുകൊണ്ടാണ് ആ 10,000 മണിക്കൂറിൻ്റെ തിയറി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ 1000 സ്ട്രാറ്റജികൾ വേണ്ട. പണ്ട് ബ്രൂസ്ലി പറഞ്ഞിട്ടുള്ളത് പോലെ 1000 ടെക്നിക്കുകൾ പഠിച്ചു വന്നിട്ടുള്ള ഒരാളെ അല്ല എനിക്ക് പേടി, ഒരൊറ്റ ടെക്നിക്ക് 1000 തവണ പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന ഒരാളെയാണ് എനിക്ക് പേടിയെന്ന് ബ്രൂസ്ലി പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും. 1000 സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ട്രേഡ് എടുത്തുകൊണ്ടിരിക്കേണ്ടത് ഒരേ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ എടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ആവറേജ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ആവറേജ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നത് ഒരിക്കലും നിങ്ങളുടെ സ്ട്രാറ്റജി അല്ല, മറിച്ച് റിസ്ക് റിവാർഡാണ്. റിസ്ക് റിവാർഡ് നിങ്ങൾ എങ്ങനെ വിജയിപ്പിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു മാസത്തെ കണക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 11 ദിവസം നമ്മൾ ട്രേഡ് എടുത്തു, പക്ഷേ 3 ദിവസമേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ 3 ദിവസത്തെ പ്രോഫിറ്റ് നമുക്കിവിടെ കാണാം 1:2, 1:1, 1:2. അതായത് 2, 2, 4, 1, 5 പോർഷൻ പ്രോഫിറ്റാണ് നമുക്ക് പ്രോഫിറ്റിൽ കിട്ടിയത്. നമുക്ക് ലോസിൽ സംഭവിച്ചിട്ടുള്ളത് 8 പോർഷനാണ്. 8 ലോസ് അടിച്ചപ്പോൾ 8 പോർഷൻ ലോസ് ഉണ്ടായി. 3 പ്രോഫിറ്റ് അടിച്ചപ്പോൾ 5 പോർഷൻ പ്രോഫിറ്റ് ഉണ്ടായി. ദാറ്റ് മീൻസ് ഇനി 1, 2 പ്രോഫിറ്റ് അടിച്ചാൽ മാത്രം മതി നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. അതായത് ഈ കണക്കിലെ കളികൾ കൊണ്ടാണ് ഷെയർ മാർക്കറ്റിൽ ഏതൊരാൾക്കും സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഈ ചാർട്ടിനകത്ത് പോയിട്ട് എൻട്രി പോയിന്റ് കറക്റ്റ് ചെയ്യുക എന്നതാണ് സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാർട്ടിനകത്ത് നിങ്ങൾ പോയിട്ട് ഓരോ ദിവസത്തെയും ചാർട്ട് കണ്ട് അതിനകത്ത് നല്ല കൃത്യമായ എൻട്രി എങ്ങനെ എടുക്കാം എന്ന പഠനം നിങ്ങൾ നടത്താൻ പോയി കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത്, ഒരു കുറ്റി അടിച്ചിട്ട് അതിന് ചുറ്റും ഒരു പശു കിടന്ന് വട്ടം കറങ്ങുന്ന പോലെയുള്ള അവസ്ഥയായിരിക്കും. നിങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ പലപ്പോഴും കറങ്ങിത്തിരിഞ്ഞെത്തും, കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഈ ചാർട്ട് വരയ്ക്കുന്നത് ആരാണ്? പണമുള്ളവരാണ് ചാർട്ട് വരയ്ക്കുന്നത്. ഓരോ ദിവസവും അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നതല്ലാതെ ഇതിന് കൃത്യമായ ഒരു രീതി ഉണ്ട് എന്നത് നമുക്ക് കണ്ടെത്താനാവില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് സ്ട്രാറ്റജി വേണം, അത് ഒരിക്കലും മാറ്റാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി മതി. അതർവൈസ് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് 10% അതിൽ താഴെയോ മാത്രമേ ഉള്ളൂ. മറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് റിസ്ക് റിവാർഡിനായിരിക്കണം. എപ്പോഴും നിങ്ങൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതിൻ്റെ ഇരട്ടി നിങ്ങൾ മിനിമം
റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തോണം. രണ്ടാമത് നിങ്ങളുടെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഈ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എങ്ങനെ നടത്തണം എന്നതൊക്കെ അറിയണമെങ്കിൽ അതൊന്നും ഒരിക്കലും മറ്റൊരാൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് പഠിപ്പിച്ച് തന്നാൽ പോലും അത് മനസ്സിലാക്കിയെടുക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് മറ്റൊരാൾ ചെയ്യുന്ന ലൈവ് വീഡിയോ കാണുമ്പോൾ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി ലൈവ് വീഡിയോസ് കാര്യങ്ങൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒരു ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കണക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ ഈ സമയത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് 10,000 രൂപയോ അതിൽ താഴെയോ ആണ്. സോ 10,000 രൂപ എന്ന് കണക്ക് കൂട്ടിയാൽ ഈ 10,000 രൂപയും എടുക്കാവുന്ന ഫുൾ സ്റ്റോക്ക് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 10,000 രൂപ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ 5,000 രൂപയുടെ മാത്രം ട്രേഡ് എടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5,000 രൂപയുടെ റിസ്ക് റിവാർഡാണ് നമുക്ക് വെക്കേണ്ടത്. 5,000 രൂപയുടെ 0.5% ഞാൻ എൻ്റെ ലോസായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 125 രൂപയാണ് ലോസ് വരുമ്പോൾ മാക്സിമം ഞാൻ ലോസ് കൊടുക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 126, 123, 126, 123, 125 ഇങ്ങനെയാണ് ഞാൻ ലോസ് കൊടുക്കുന്നത്. എന്നാൽ പ്രോഫിറ്റ് വരുമ്പോൾ ഈ ഒരു ദിവസം 1:2 മാർക്കറ്റ് ഓടിയിരുന്നില്ല. ട്രയൽ ചെയ്തപ്പോൾ 1:1 എക്സിറ്റ് എടുത്തതാണ്. അത് നന്നായി ആ ദിവസം, കാരണം അതിന് മുകളിലേക്ക് ആ ദിവസം പോയിട്ടില്ല. ഇവിടെ ഞാൻ 1:2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് വൺസ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എടുക്കാതിരുന്നതാണ്. ഓക്കെ, ബാക്കി എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് കാണാം 250 ഇല്ലെങ്കിൽ 246, ഇതുപോലെ 256, 247, 247, 231 ഈ ഒരു രീതിയിൽ പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ലോസിൻ്റെ ഇരട്ടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസ്ക് റിവാർഡ് എങ്ങനെ മാനേജ് ചെയ്യാം, ഇത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുക. 2 ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പറഞ്ഞു, അതായത് 5,000 രൂപയുടെ ട്രേഡേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനൊരു കാരണമുണ്ട്, വെറുതെ ചെയ്യുന്നതല്ല. കാരണം ഇതാണ്, 5,000 രൂപയുടെ ട്രേഡ് ഞാൻ എടുക്കുമ്പോൾ ഞാനത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്കൊന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. നമ്മൾ 5,000 രൂപയുടെ ട്രേഡാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ 5,000 രൂപ സീറോ ആകണമെങ്കിൽ എത്ര ദിവസം എടുക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കൊടുക്കുന്ന റിസ്ക് എത്രയാണ്? 125 രൂപ. അപ്പോൾ 5,000 ഡിവൈഡഡ് ബൈ 125 ഈസ് ഇക്വൽ ടു 40. 40 ദിവസം കണ്ടിന്യൂസ് ലോസ് അടിച്ചാൽ മാത്രമേ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 5,000 രൂപയുടെ നഷ്ടം വരത്തുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു 10,000 രൂപ ഇട്ടിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. കണ്ടിന്യൂസ് 40 ദിവസം ലോസ് അടിച്ചാൽ മാത്രം ആണ് ഈ 10,000 രൂപയിൽ നിന്ന് 5,000 രൂപയിൽ അധികം കുറയത്തുള്ളൂ. അതായത് 40 ദിവസം കണ്ടിന്യൂസ് ലോസ് അടിച്ചാൽ പോലും 41ാമത്തെ ദിവസവും എന്നെ സംബന്ധിച്ചിടത്തോളം 5,000 രൂപയുടെ ട്രേഡ് എനിക്ക് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ ട്രേഡിംഗ് ക്യാപിറ്റലിനെ അത് ബാധിക്കുന്നില്ല. നേരെ മറിച്ച് ഞാൻ ഇങ്ങനൊരു കണക്ക് വെക്കാതെ 5,000 രൂപയുടെ ട്രേഡ് എടുക്കുകയാണെന്ന് നിങ്ങൾ കരുതുക. ഇപ്പോൾ 5,000 റുപ്പീസ് ട്രേഡ് എടുത്തു, 125 രൂപയോ അങ്ങനെ കണക്കൊന്നും ഞാൻ റിസ്കിന് വെച്ചിട്ടില്ല. സപ്പോസ് ഞാൻ വെക്കുന്ന റിസ്ക് ഒരു 300 രൂപ റിസ്ക് വെച്ചു എന്ന് കരുതുക. 300 രൂപ റിസ്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 16 ദിവസം കണ്ടിന്യൂസ് ലോസ് അടിച്ചാൽ എൻ്റെ ക്യാപിറ്റൽ, ട്രേഡിംഗ് ക്യാപിറ്റൽ പകുതി, 5,000 രൂപ എന്ന് പറഞ്ഞാൽ അതുപടി പോയി. ശരിയാണല്ലോ? അപ്പോൾ 17ഓ 18ാമത്തെയോ ദിവസം കണ്ടിന്യൂസ് ലോസ് അടിച്ചാൽ എന്നെ അത് ഭയങ്കര രീതിയിൽ ബാധിക്കും. കാരണം പിന്നെ എനിക്ക് 5,000 രൂപയുടെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ 40 ദിവസം കണ്ടിന്യൂസ് ലോസ് അടിച്ചാൽ മാത്രമേ എൻ്റെ ട്രേഡിംഗ് ക്യാപിറ്റലിനെ അത് ബാധിക്കുന്നുള്ളൂ. അപ്പോൾ ലോങ് ടൈമിലേക്ക് ട്രേഡ് എടുക്കാൻ നമ്മൾ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞ് നിങ്ങളും കേട്ടിട്ടുണ്ടാകും, 1% കൂടുതൽ റിസ്ക് വെക്കരുത്, അല്ലെങ്കിൽ 2% കൂടുതൽ റിസ്ക് വെക്കരുത്. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കണക്ക് ഇതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോലും 9 ദിവസത്തിൽ കൂടുതൽ ലോസ് കിട്ടിയിട്ടില്ല. ഇത് 9 ദിവസം. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് 7 ദിവസം ലോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 40 ദിവസം കണ്ടിന്യൂസ് ലോസ് അടിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റലിനെ ബാധിക്കാതെ നമുക്ക് ലോങ് ടൈമിലേക്ക് ട്രേഡ് എടുക്കാൻ നമ്മളുടെ ഈ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് മനസ്സിലാവും. ഇതിൻ്റെ ഡീപ്പിലേക്ക് ഞാൻ പോയിട്ടില്ല എങ്കിൽ പോലും ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 100 ദിവസം ട്രേഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾ ഒരേ സ്ട്രാറ്റജി, അതുപോലെ തന്നെ എത്ര ലോസ് നിങ്ങൾക്ക് കിട്ടിയാലും
ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ലോസ് അടിച്ചപ്പോൾ എന്നെപ്പോലും മാനസികമായി സ്ട്രാറ്റജി മാറ്റണോ എന്നൊരു തോന്നലിലേക്ക് അത് കൊണ്ടെത്തിച്ചു. പക്ഷേ അതിലല്ല കാര്യമെന്ന് വീണ്ടും വീണ്ടും നമ്മൾ സ്വയം ബോധ്യപ്പെട്ടത് മറ്റുള്ള ട്രേഡർ, ഒരു ട്രേഡറെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇതുപോലെ ഓരോ ട്രേഡേഴ്സും പറയുന്നുണ്ട് സ്ട്രാറ്റജി മാറ്റുന്നതിലല്ല കാര്യം, മറിച്ച് റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഒരു സ്ട്രാറ്റജിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ലോങ് ടൈമിലേക്ക് നിങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുക എന്നതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാനേജ്മെൻറ്റും റിസ്ക് റിവാർഡും കൃത്യമായി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മളിപ്പോൾ നിങ്ങളെ കാണാപ്പാഠം പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇണങ്ങുന്ന ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, അത് ഒരു സ്ട്രാറ്റജി തന്നെ ഡേ 1ലും ഡേ ലാസ്റ്റിലേക്കും നിങ്ങൾ പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഇവിടെ ഈ സമയത്ത് പ്രോഫിറ്റിൽ എത്താൻ പറ്റും. ഇനി നിങ്ങളുടെ കോൺഫിഡൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാം? നമ്മൾ പറഞ്ഞു, നമ്മൾ 100 ദിവസത്തെ ട്രേഡിംഗ് ബാക്ക് ടെസ്റ്റ് വീഡിയോസ് ഒരു 3 ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. 100 ഡേയ്സിൻ്റെ 4ാമത്തെ ഒരെണ്ണം നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് ഈ 100 ദിവസം ചെയ്താൽ എന്ത് നെറ്റ് റിസൾട്ട് കിട്ടും എന്ന് നിങ്ങളെ അത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഓൾറെഡി ഒരു ബാക്ക് ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കോൾ ഇന്ത്യയിലാണ്. നമ്മൾ ഓൾറെഡി അതിന് 36 ദിവസത്തെ ബാക്ക് ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞു. ഈ 36 ദിവസത്തെ ജസ്റ്റ് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു പോകാം. ഈ 36 ദിവസത്തിൽ പ്രോഫിറ്റ് ഡേയ്സ് ആയിട്ട് 20 ദിവസവും ലോസ് ഡേയ്സ് ആയിട്ട് 16 ദിവസവുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റായിട്ട് വിത്ത് ലിവറേജ് 60% ഈ കണ്ട 36 ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ലോസ് ഡേയ്സ് കൂടുതലും പ്രോഫിറ്റ് ഡേയ്സ് കുറവുമായിരുന്നു. ഇതേതോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഡേയ്സ് ഇവിടെ കൂടുതലായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അത്രയൊന്നും വേണ്ട. 40% മാത്രമേ വിൻ റേഷ്യോ കിട്ടുന്നുള്ളൂ. ബാക്കി 60 ട്രേഡ്സ് ഇവിടെ ലോസും 40 ട്രേഡ്സ് ഇവിടെ പ്രോഫിറ്റും ആയാൽ പോലും നെറ്റൊരു 20% ഇപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടാകും. പക്ഷേ 100 ദിവസത്തെ ട്രേഡിംഗ് ബാക്ക് ടെസ്റ്റിംഗ് നമ്മൾ നടത്തിയ എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടു കാണും, 50%-ൽ താഴെ ഒരു വീഡിയോയിലും നമുക്ക് പ്രോഫിറ്റ് 50%-ൽ താഴെ പോയിട്ടില്ല. ദാറ്റ് മീൻസ് ഒരു വർഷത്തേക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 100%-ന് മേളിൽ എല്ലായ്പ്പോഴും കിട്ടുന്നതായിട്ടാണ് ബാക്ക് ടെസ്റ്റ് റിസൾട്ടുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും സ്വന്തമായി ഈ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്താൻ വേണ്ടത്, കാരണം ഞാൻ ഈ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയതിൻ്റെ കാരണം കണ്ടിന്യൂസ് ലോസ് കിട്ടിയപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തണം, കുഴപ്പമൊന്നുമില്ല, സ്ട്രാറ്റജിയുടെ പ്രശ്നമല്ല, മാർക്കറ്റിൻ്റെ സ്വഭാവങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് പ്രോഫിറ്റ് കിട്ടുന്നു, അതുപോലെ കണ്ടിന്യൂസ് ലോസ് വരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അത് നമ്മളെ തന്നെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എപ്പോൾ വരെ? നമ്മൾ വിജയിച്ച ഒരു ട്രേഡർ ആകുന്നത് വരെ. നമ്മളിതുവരെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടേക്കുന്നത് 66 ദിവസത്തെ ട്രേഡിംഗ് ജേണൽ എഴുതിയുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ വർഷങ്ങളിൽ 1-2 വർഷം ട്രേഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ജേണൽ എഴുതിയിട്ടില്ലായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനെ നിലനിർത്താൻ ആവശ്യമായ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷമാണ് അത് ചെയ്തേക്കുന്നത്. അത്രമാത്രം ഇമ്പോർട്ടൻസ് ജേണലിനുണ്ട്. ഒപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് സ്ട്രാറ്റജിയിലോ മറ്റൊന്നിലോ അല്ല കാര്യം, കൂടുതൽ കാലത്തേക്ക് ഒരേ സ്ട്രാറ്റജി റിസ്ക് റിവാർഡും ക്യാപിറ്റൽ മാനേജ്മെൻറ്റും കൃത്യമായി ഫോളോ ചെയ്താൽ ഏതൊരാൾക്കും പ്രോഫിറ്റിലെത്താമെന്ന് സ്വയം ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി, ഇപ്പോൾ ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിപ്പിച്ചു, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ട്രാറ്റജിയാണോ ആ സ്ട്രാറ്റജി നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് 100 ദിവസത്തെയെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്തു നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷെയറിൽ തന്നെ 100 ദിവസം 500 ദിവസം ചെയ്യണം എന്നല്ല പറയുന്നത്. 100, 200, 300 എത്രയാണോ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ താല്പര്യമുള്ള അത്രയും ദിവസത്തെ ഒരു ഷെയറിൽ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്ട്രാറ്റജി. അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ മിനിമം ഒരു 5-10 സ്റ്റോക്കുകളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വേറൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും ഒരു തവണ 100 ദിവസമോ അല്ലെങ്കിൽ 200 ദിവസമോ കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അപ്പോഴും ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ലൈവ് ട്രേഡ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്കും ഇത് പറഞ്ഞ പോലെ തന്നെ ലോസ് കണ്ടിന്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത്
ഒന്നോ രണ്ടോ മൂന്നോ തവണ കണ്ടിന്യൂസ് ലോസൊക്കെ കിട്ടി അതിന് ശേഷവും നിങ്ങൾ തിരിച്ച് പ്രോഫിറ്റിൽ വന്ന് ഈ ഒരു പ്രോസസ്സ് 100 ദിവസം, വീണ്ടും ഒരു 100 ദിവസം, വീണ്ടും ഒരു 100 ദിവസം, അറ്റ്ലീസ്റ്റ് ഒരു 300 ഡേയ്സിലേക്ക് ഈ ഒരു പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും നമ്മളൊരു വിജയിയായി, ഇത് നടക്കും, നമ്മളെക്കൊണ്ട് ഇത് സാധിക്കും എന്നൊക്കെ നമുക്ക് തന്നെ ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3, 4, 5 മുന്നിലേക്ക് വരുന്ന ദിവസങ്ങളല്ല, മറിച്ച് ഒരേ സ്ട്രാറ്റജി സ്റ്റിക്ക് ഓൺ ചെയ്യാനൊരു മാനസിക തീരുമാനം എടുക്കുക. അതിനുശേഷം മുന്നിലേക്ക് വരുന്ന 100, 200, 300 ദിവസങ്ങൾ ടാർഗറ്റ് വെച്ചുകൊണ്ട് സ്ഥിരമായി പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വിജയിക്കാൻ പറ്റുന്നുണ്ടാകും. കാരണം പിന്നീട് നമുക്ക് ബ്ലൈൻഡ്ലി ട്രേഡ് എടുത്ത് പോകാനും ഒപ്പം തന്നെ പ്രോഫിറ്റ് കിട്ടിയാൽ അതെൻ്റെ കഴിവുമല്ല, ലോസ് അടിച്ചാൽ അതെൻ്റെ കഴിവുകേടുമല്ല എന്ന ബോധ്യപ്പെടലും കൂടെ അതിനുള്ളിൽ ഏതൊരു മനുഷ്യനും ഉണ്ടാകും. ആ ഒരു ബോധ്യപ്പെടൽ, അതായത് ഈ ലോകത്ത് നടക്കുന്ന ഒന്നും എൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, അതെല്ലാം അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു, ഞാൻ ഇതിൽ ഒന്നിനും മാനസികമായി പിടികൊടുക്കാതെ മാറി നിന്നത് കൊണ്ടിട്ടാണ് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്നൊരു ബോധ്യം നമുക്കവിടെ കിട്ടുന്നുണ്ടാകും. ആ ഒരു ബോധ്യപ്പെടൽ സംഭവാമി യുഗേ യുഗേ നമ്മൾ വീണ്ടും പറയാറുണ്ട്. ഫലത്തെപ്പറ്റി ഇച്ഛിക്കുകയല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തി എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും വിജയിക്കാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്കും ഓരോരുത്തർക്കും അതുപോലെ വിജയിക്കാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ ചുരുക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു റിട്ടയർമെൻറ്റ് പ്ലാനിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ടാകും. നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. മറ്റുള്ളവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ട്രേഡിങ്ങിൽ എല്ലാവർക്കും ഒരുപക്ഷെ ചെയ്യാനുള്ള സമയം ഉണ്ടായെന്നിരിക്കത്തില്ല. അതുപോലെ തന്നെ ചെയ്തിട്ട് വിജയിക്കാനുള്ള മാനസികാവസ്ഥയും ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടായി എന്ന് നിർബന്ധമില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഓരോരുത്തരും ലോങ് ടേമിലേക്ക് പോയിട്ടുള്ളത് അത് ലോകത്തെവിടുത്തെയും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും സമ്പന്നമാകാനുള്ളത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. സോ അത്തരം വീഡിയോകൾ നിങ്ങളും ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക, സഹകരിക്കുക. ഓക്കെ, താങ്ക് യു.